പക്ഷെ ഈ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും ഒരുപോലെയാണ്. ചിന്തിക്കും. അത് ഇവിടുത്തെ സയ്യിദന്മാർ അങ്ങനെയായിരുന്നു. അറബി ഭാഷയിൽ മലയാള ഭാഷയിൽ ഖുതുബ നിർവഹിക്കുന്ന ഇന്നുമുള്ള പള്ളിയാണ് തിരുവരങ്ങാടി PSMO കോളേജിലെ ജുമാഅത്ത് പള്ളി. ആ പള്ളിക്ക് തറക്കല്ലിട്ടത് സയ്യിദ് റഹ്മാൻ ബാഫഖിയാണ്. നേരാണ്. അതിന്റെ ചുമരിൽ ഇന്നും ആ പലക കാണാം. ശിലാസ്ഥാപനം സയ്യിദ് റഹ്മാൻ ബാഫഖി. അതെങ്ങനെ ഒരു മുജാഹിദിന്റെ പള്ളിക്ക് ഇത്ര വലിയ ഫണ്ടമെന്റിസ്റ്റായ സയ്യിദ് എങ്ങനെ തറക്കല്ലിടുന്നു? അത് കേരളത്തിന്റെ ഒരു മനസ്സാണ്. കാരണം അവരെ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാവുന്ന ഒരാളാണ്. ഒക്കെ അങ്ങനെ തന്നെ. എന്റെ നാട്ടിൽ അൽബിക്കുട്ടിയാക്കാണ് നിലമ്പൂരിൽ കേരള നേതൃത്വത്തിൽ മുജാഹിദിനും കൊണ്ടുവന്നതും ലീഗ് കൊണ്ടുവന്നതും അൽബിക്കുട്ടിയാക്കാണ്. വഹാബ് സാഹിബിന്റെ വാപ്പ ഒരേ സമയത്ത് രണ്ട് സാധനം അവർ കൊണ്ടുവന്നിട്ടുണ്ട് നിലമ്പൂരിലേക്ക്. ഒന്ന് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ നിലമ്പൂരിലേക്ക് കൊണ്ടുവന്നത് അൽബിക്കുട്ടിയാക്കാണ്. ഇന്ത്യൻ മുസ്ലിം ലീഗ് കൊണ്ടുവന്നു അൽബിക്കുട്ടിയാക്കാണ്. ഈ അൽബിക്കുട്ടിയാക്കാന്റെ മകൻ വഹാബിനൊരു സ്വന്തം പള്ളിയുണ്ട് ആ റോഡ് സൈഡിൽ. പള്ളി പണി കഴിഞ്ഞപ്പോൾ ഉദ്ഘാടനം ചെയ്യേണ്ടതാരാ? ഉടനെ പറഞ്ഞാൽ ആരാ എല്ലാരും പറഞ്ഞു. സുല്ലമുസ്സലാമിന്റെ കലണ്ടറും ചന്ദ്രികയുടെ കലണ്ടറും രണ്ടും വഹാബ് സാഹിബിന്റെ പള്ളിയിൽ തൂക്കും. വേറെ ഒന്നുമില്ല. സമസ്തന്റെ കലണ്ടർ ഇല്ല, പിന്നെ AP ബാത്തിന്റെ കലണ്ടർ ഒന്നുമില്ല. രണ്ട് കാര്യമാണ് ആ പള്ളിയുടെ ഒരു പള്ളി കലണ്ടർ നോക്കിയിട്ടാണ് ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ കലണ്ടർ നോക്കിയാണ് ഇന്ന് നമ്മൾ പള്ളിയെ മനസ്സിലാക്കുക. വഹാബ് സാഹിബിന്റെ പള്ളിയിൽ വഹാബ് സാഹിബിന്റെ സ്വന്തം ഭൂമിയിൽ സ്വന്തം പൈസ കൊടുത്ത് പള്ളി ഉണ്ടാക്കി. രണ്ട് കലണ്ടർ നോക്കിയിട്ടുണ്ട്. ഇത് രണ്ടാണ് ഇതിന്റെ അടിസ്ഥാനം. ഒരു കലണ്ടർ ചന്ദ്രിക, ഒരു കലണ്ടർ സുല്ലമുസ്സലാമിന്റെ. അങ്ങനെ രണ്ട് കലണ്ടർ ഉണ്ട് അവിടെ. അവരെ വാപ്പ അങ്ങനെ കറകളഞ്ഞ അവിടുത്തെ മുജാഹിദുമാണ്, കറഞ്ഞ ലീഗുകാരനാണ്. അവരോടൊക്കെ കലകറഞ്ഞ സുന്നിയും കറകളഞ്ഞ ലീഗുകാരുമായി സഹകരിച്ച ഒരാളെ മകനാണ് ഞാൻ. അങ്ങനെയായിരുന്നു അവരൊക്കെ ജീവിച്ചിരുന്നത്. അപ്പൊ പള്ളി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഇനി ആരാണ് ഉദ്ഘാടനത്തിൽ? അപ്പൊ ആര് പറഞ്ഞു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉദ്ഘാടനം പാണക്കാട്ടിൽ തന്നെ ശിഹാബുതങ്ങൾ കൊണ്ടുവരാണ്. ശിഹാബുതങ്ങൾ വന്നപ്പോൾ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട അവരെ ആരാധനയും രീതികളൊക്കെ നിർവഹിക്കുന്ന ഒരു പള്ളിയാണ്. പള്ളിന്റെ ഒരു സൈഡിൽ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനൊക്കെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി സുന്നികളായ നമ്മളാരും ആ പള്ളി ഉദ്ഘാടനത്തിന് സ്വാഭാവികമായും പോകില്ലല്ലോ. കാരണം അങ്ങനെയാണല്ലോ. രാഷ്ട്രീയമൊക്കെ അങ്ങനെയാണെങ്കിലും പള്ളി എന്നൊക്കെ പറഞ്ഞാൽ വേറൊരു സംഗതിയാണല്ലോ. ഏതായാലും ഉദ്ഘാടനത്തിന് തങ്ങളെ കൊണ്ടുവന്നു. ഇത് നടന്ന കാര്യമല്ലേ? നടന്നിട്ടില്ല നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ നിലമ്പൂർക്കാരനല്ലേ? നടന്നു. നിങ്ങൾ കുറെ ആളുകൾ പറയാണ് അതൊന്നും നടക്കൂല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നടന്നല്ലോ, നടന്നല്ലോ. പള്ളി ഉദ്ഘാടനം കഴിഞ്ഞു തിരിച്ച് പള്ളി തങ്ങുമ്പോ തങ്ങളെ ചെരുപ്പ് കാണാനില്ല. അപ്പോൾ വഹാബ് സാഹിബിന്റെ കമന്റ്, തങ്ങളെ ഞങ്ങള് മുജാഹിദാണെങ്കിലും നിങ്ങളെ ബർക്കത്തിനൊക്കെ വിശ്വാസം ഉണ്ടാവും. ഏതെങ്കിലും മുജാഹിദ് ബർക്കത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? ഇതാണ് കേരളം. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കീരിയും പാമ്പിനെ യോജിപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ. പിന്നെ ആരാ? നിങ്ങൾ ബുദ്ധിയില്ലാത്ത വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ഇതിവിടെ യോജിപ്പിക്കാൻ ഈ തങ്ങളോട് പറയാം. തങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ. പിന്നെ പെട്ടെന്ന് നിലമ്പൂർ അങ്ങാടി പോയി ചെരുപ്പ് ഇങ്ങോട്ട് തങ്ങളോട് പറയാം. തങ്ങളെ പിന്നെ ഏതെങ്കിലും മുജാഹിദ് കട്ടുണ്ടായതായിരിക്കും. നിങ്ങളെ ബർക്കത്ത് പരിയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വകുപ്പിന് വേണ്ടിയിട്ട് തൽക്കാലം നിങ്ങളെ ചെരുപ്പ് കിട്ടിയപ്പോൾ കട്ടുപോയതായിരിക്കും. നിങ്ങൾ ബേജാറാവണ്ടെന്നാണ് വേഗം. സാഹിബിന്റെ പള്ളി ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ തങ്ങളെ ചെരുപ്പ് പോയി. നടന്ന കഥയാണ്. ഇന്നലെ തങ്ങൾ മരിക്കണതിന്റെ തൊട്ട് മുമ്പുള്ള സമയത്ത് നമ്മുടെ അനുഭവം സാക്ഷിയല്ലേ നിങ്ങൾക്ക്? എന്തുകൊണ്ട് ഇതുവരെ ഒരു പ്ലാറ്റ്ഫോമിനെ യോജിപ്പിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടുണ്ട്? അവർ എല്ലാ വിഭാഗങ്ങളെയും. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മതചിന്തകളിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു സഹിഷ്ണുതാ മനോഭാവം പഴയ കാലത്തുണ്ടായിരുന്നു. ഇത് വലിയ വലിയ നേതാക്കളൊക്കെ മരിച്ചു പോയപ്പോൾ മെല്ലെ മെല്ലെ നമ്മളെപ്പോലത്തെ ചെറുപ്പക്കാർ വഴിയൊക്കെ ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. പഴയ ആളുകൾക്കൊക്കെ എന്താണെങ്കിലും ഒരു സഹിഷ്ണുത ഉണ്ടായിരുന്നു. അവരെല്ലാം ഒന്നാണ്. കേരളത്തിൽ മുജാഹിദിനും സുന്നിക്കും 2 ദിവസം പെരുന്നാളായി. എടവണ്ണ മഹല്ലിന്റെ പ്രസിഡന്റാണ് സീതി ഹാജി പറഞ്ഞു, ഞാൻ മഹല്ല് പ്രസിഡന്റൊക്കെ തന്നെയാണ്, പക്ഷേ പാലക്കാട്ട് പൂക്കോയന്റെ മകന് എന്നാണോ പെരുന്നാള് അന്നാണ് സീതിക്ക് പെരുന്നാള്. അത് വേറെ വിഷയം. എനിക്ക് അവിടെ പിൻപറ്റാൻ പറ്റിയ ഒരാളുണ്ട്. നിങ്ങൾ ചിന്തിക്ക്, ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കേരളത്തിലല്ല പിന്നെ എവിടെയുള്ളത്? ആര്? ജാമിഅ നബവിയ്യയുടെ പ്രസിഡന്റ്
കേരളത്തിലെ ഏറ്റവും വലിയ മുജാഹിദ് വിഭാഗത്തിലെ സ്ഥാപനമായ ജാമിയ നബവിയുടെ പ്രസിഡന്റ് എടവണ്ണ മഹല്ല് പ്രസിഡന്റ് സുന്നി മുജാഹിദ് പെരുന്നാൾ രണ്ടായപ്പോ സീതിയായി പ്രഖ്യാപിച്ചു മുജാഹിദിന്റെ പെരുന്നാൾ നാളെയാണ്, സീദിക്ക് പെരുന്നാൾ ഇന്നാണ്. കാരണം പാടക്കാത്ത പൂക്കോയയുടെ മകന് എന്നാണോ പെരുന്നാള് അന്നാണ് എനിക്ക് പെരുന്നാള്. ഇത് ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് ഇവിടെ അനർത്ഥങ്ങൾ ഉണ്ടാവില്ല. അള്ളാഹു ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. പക്ഷെ നമ്മൾ എന്ത് വേണമെന്നറിയോ? നമ്മൾ ലേശം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാപ്പ് കൊടുത്ത് നിങ്ങളൊന്ന് താഴേക്കിറങ്ങി നിന്ന് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ അഡ്ജസ്റ്റിന് മെല്ലെ 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 പോവുക. എന്താ കാരണം എന്നറിയോ? എന്നെ പോലത്തെ പുതിയ പുതിയ ചരിത്രയാക്കിയ കുട്ടികൾ വന്നു. അപ്പൊ ഞാനിപ്പോ നമ്മളെ കുറച്ച് വയറിലൊക്കെ ഉണ്ട് കിട്ടിയപ്പോ എല്ലാം കൂടി ഉഷാറായപ്പോ എനിക്ക് പിന്നെ എന്റെ മുമ്പുള്ളതൊന്നും നോക്കേണ്ടതില്ലല്ലോ. 40ാമത്തെ പടിയിൽ കയറി നിൽക്കുന്നവനെ 39 പടി ചവിട്ടിയിട്ടാണ് 40ാമത്തെ പടിയിൽ കയറിയത് എന്നൊരു ആലോചന വേണം. ഇതെങ്ങനെ ഇവിടെ ഉണ്ടായതെന്ന് ചിന്തിക്കണം. ഇതിന്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചു? ഇതിന്റെ പിന്നിൽ ഇതൊന്നും ഞാൻ വെറുതെ പറയല്ല മനുഷ്യന്മാരെ. വളരെ ചിന്തിക്കണം. നമ്മൾ അമിതമായ വിഭാഗീയത വളർത്തിയാൽ ഇന്ത്യ സാഹചര്യത്തിൽ മുസൽമാൻ തുടച്ചു നീക്കപ്പെടും. 800 കൊല്ലം മുസ്ലിമീങ്ങൾ ഭരിച്ച നാടാണ് സ്പെയിൻ. 800 കൊല്ലം എന്താ ഇന്നവിടെ ഒരു പഞ്ചായത്ത് പോലും മുസൽമാൻ ഭരിക്കുന്നില്ല. 20 ലക്ഷം മുസ്ലിമീങ്ങളെയാണ് കുറഞ്ഞ കാലം കൊണ്ട് ഫെർഡിനൻഡ് രാജാവ് കഴുത്തറുത്ത് കൊന്ന് കുഴിച്ചിട്ട് പഠിച്ചോ നമ്മളെ കാക്കട്ടെ. അന്ന് ഒരാൾ വന്നില്ല. 800 കൊല്ലം മുസ്ലിമീങ്ങൾ സ്പെയിൻ ഭരിച്ചു. പിന്നെ അവര് പരിധി വിട്ട് തർക്കിച്ചു പോയി. ജിബ്രാൾട്ടറിലെ ചക്രവർത്തി, ജിബ്രാൾട്ടറിലെ മുസ്ലിം രാജാവ് വന്നിട്ട് ഫാസിൽ വന്ന് മൊറോക്കോവിലെ ഫാസിലെ ഭിക്ഷക്കാരനായി മാറി. ഇന്നൊരു പഞ്ചായത്ത് പോലും അവിടെ ഭരിക്കാൻ മുസ്ലിമീങ്ങൾക്ക് സാഹചര്യമില്ല. മുസ്ലിം രാഷ്ട്രീയം നശിച്ചുപോയി. പള്ളി നടന്നുകൊണ്ടെല്ലാം നടക്കില്ല.